ഓക്കെ, സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ അല്ലെങ്കിൽ CRC എന്ന് പറയും അല്ലേ. അത് നമ്മളെന്താണ്, എറർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഈ എറർ ഡിറ്റക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു CRC മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഡൻഡൻ്റ് ഡാറ്റ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ XOR ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നിങ്ങളുടെ ഡാറ്റ 1 0 0 1 0 0. ഇതാണ് ഡാറ്റ. ഇതിൻ്റെ കോഷ്യൻ്റ് എന്ന് പറയും. ഓക്കെ, അതിന് ഡിവൈസ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിവൈസർ 1 1 0 1 ആണ്. ഇനി നമ്മളിതിൽ പറഞ്ഞു XOR ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. XOR ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സെയിം ഡാറ്റ ആണ് എന്നുണ്ടെങ്കിൽ, ഇൻപുട്ടുകൾ രണ്ടും സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ല, ഇൻപുട്ടുകൾ ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, 0 0 എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 0 തന്നെയായിരിക്കും. 1 0 0 1 1 1. ഈ 1 0 പറയുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ റിസൾട്ട് ഈസ് 1. 0യും 1 ആകുമ്പോഴും റിസൾട്ട് 1 ആണ്. 1 1 ആകുമ്പോൾ റിസൾട്ട് സെയിം ആണ്, ഇൻപുട്ട് സെയിം ആണ്. സോ റിസൾട്ട് ഈസ് 0 ആണ്. അങ്ങനെയാണ് XOR ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഡാറ്റൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഡിവൈസറിന് എത്ര ബിറ്റുകളുണ്ടെന്ന് നോക്കാം. ഇവിടെ 4 ബിറ്റ് ഉണ്ട് അല്ലേ. സോ ഡിവൈസർ -1, ഇപ്പോൾ ഡിവൈസറിനെ നമ്മൾ D ആക്കി എടുത്തു കഴിഞ്ഞാൽ D -1 സീറോസ് നമ്മൾ ഈ ഡാറ്റൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സീറോസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ നോക്കുക, 1 0 0 1 0 0. ഇത് നമ്മുടെ ഒറിജിനൽ ഡാറ്റയാണ്. ഇതിലേക്ക് നമ്മൾ 3 സീറോസിനെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 സീറോസ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ 1 1 0 1 വെച്ചിട്ട് നമ്മൾ ഡിവൈസ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ 1ഉം 1ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 എന്ന് കിട്ടും. എന്നിട്ട് ഈ 1 1 0 1നെ നേരെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതും. എന്നിട്ട് XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. അപ്പോൾ XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, 1ഉം 1ഉം സെയിം ഇൻപുട്ടാണ്. സോ 0 എന്ന് വരും. ഇവിടെ 0യും 0യും ആണ്. അപ്പോൾ വീണ്ടും 0 വരും. 0യും 1 ആയതുകൊണ്ട് 1 ആണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയതുകൊണ്ട് 1 കിട്ടി. പക്ഷേ ഇവിടെ നമ്മളിത് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 1നെയും നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ 0നെ ഈ താഴേക്ക് ഇറക്കി എഴുതും. ഓക്കെ ആണോ. ഇനി നമ്മൾ ഈ 1ഉം തമ്മിൽ കമ്പയർ ചെയ്യും. സോ വീണ്ടും ഒരു 1 എന്ന് കിട്ടി. ദെൻ ഈ 1 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 1 1 0 1 കിട്ടി അല്ലേ. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. അപ്പോൾ 0യും 1ഉം ആണ്. സോ 1 എന്ന് കിട്ടി. ഇവിടെ 0 എന്ന് കിട്ടി. ഇവിടെ വീണ്ടും 1 എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നെഗ്ലക്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ 0നെ വീണ്ടും എന്ത് ചെയ്തു, ഓക്കെ, സോ വീണ്ടും എന്ത് ചെയ്യും, ഈ 1ഉം കമ്പയർ ചെയ്യും. സോ 1 കിട്ടി. ഇനി 1 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 1 0 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. സോ ഇവിടെ 1 1 1 എന്ന് കിട്ടി. ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. പകരം ഈ ഒരു 0നെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതും അല്ലേ. ഇനി വീണ്ടും എന്ത് ചെയ്യും, ഈ 1ഉം തമ്മിൽ കമ്പയർ ചെയ്യും. സോ 1 എന്ന് കിട്ടി. അതിനെ 1 എന്ന് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 1 0 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി വീണ്ടും XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 1 0 എന്നാണ് കിട്ടുന്നത്. ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. സോ വീണ്ടും ഈ ഒരു 0 ബാക്കിയുണ്ട്. അതിനെ വീണ്ടും നമ്മൾ താഴേക്ക് ഇറക്കി എഴുതും. ഇനി ഇവിടെ എന്താണ്, ഈ 0യും 1ഉം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 കിട്ടുന്നത്. ഈ 0നെ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് 0 ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, സോ ഇനി വീണ്ടും നമ്മൾ XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇവിടെ 0 1 1 എന്ന് കിട്ടി. ഇനി വീണ്ടും ഈ മുകളിലുള്ള
സീറോനെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതും. ഓക്കെ, ഇനി നോക്കുക, ഈ 1 1 നമുക്ക് 1 ആണ് കിട്ടുക. സോ 1 1 0 1നെ നമ്മൾ വീണ്ടും എഴുതും. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? നമുക്ക് XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് 1 0 0 ഇങ്ങനെ കിട്ടും. 0 1 1 എന്ന് കിട്ടും. ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഈ ഡാറ്റയാണ് നമ്മൾ CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയുന്നത്. ഈ ഡാറ്റനെയാണ് നമ്മൾ ഒറിജിനൽ ഡാറ്റേൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക. സോ നമ്മൾ സെൻഡർ ടു റിസീവർ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫറിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഈ ഒറിജിനൽ ഡാറ്റൻ്റെ കൂടെ CRCയും കൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 100 എന്നതിൻ്റെ കൂടെ നമ്മുടെ CRC ആയിട്ടുള്ള 001 ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് റിസീവർ എറർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.